എക്സ്പ്ലോറിംഗ് മൈ കമ്പ്യൂട്ടർ ചാനലിലേക്ക് സ്വാഗതം. മലയാളത്തിലെ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെയും ഭാഗങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ. കമ്പ്യൂട്ടർ ഒരു അതിവേഗ ഇലക്ട്രോണിക് കമ്പ്യൂട്ടിംഗ്, ഡാറ്റ പ്രോസസ്സിംഗ് മെഷീനാണ്. ഇത് ഇൻപുട്ട് എടുക്കുകയും പ്രോസസ്സ് ചെയ്യുകയും അതനുസരിച്ച് ഔട്ട്പുട്ട് ഉത്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് മെമ്മറിയിൽ വിവരങ്ങൾ സംഭരിക്കുന്നു. കമ്പ്യൂട്ടർ എന്ന് വിളിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണത്തിന് ഇൻപുട്ട്, പ്രോസസ്സ്, ഔട്ട്പുട്ട് ഭാഗങ്ങളുണ്ട്. കമ്പ്യൂട്ടർ യന്ത്രഭാഷ മനസ്സിലാക്കുന്നു, മനുഷ്യന് ഇത് മനസ്സിലാക്കാൻ കഴിയില്ല. കമ്പ്യൂട്ടർ മൂല്യം 0 അല്ലെങ്കിൽ 1 ആയി തിരിച്ചറിയുന്നു. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ഭൗതിക ഘടകങ്ങളാണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. കമ്പ്യൂട്ടർ ഹാർഡ്വെയറിന്റെ 4 വിഭാഗങ്ങൾ: ഇൻപുട്ട് ഉപകരണം, ഡാറ്റ ഇൻപുട്ടിനായി; ഔട്ട്പുട്ട് ഉപകരണങ്ങൾ, ഡാറ്റയും വിവരങ്ങളും കൈമാറുന്നതിന്; പ്രോസസ്സിംഗ് ഉപകരണങ്ങൾ, ഡാറ്റ നിർദ്ദേശങ്ങൾ വിവരങ്ങളിലേക്ക് പ്രോസസ്സ് ചെയ്യുന്നതിന്; സംഭരണ ഉപകരണങ്ങൾ, ഡാറ്റയും വിവരങ്ങളും സംഭരിക്കുന്നതിന്. ഇൻപുട്ട് ഉപകരണങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നൽകുന്ന ഉപകരണങ്ങളാണിത്. ഉദാഹരണം: കീബോർഡ്, മൗസ്, സ്കാനർ, ഡിജിറ്റൽ ക്യാമറ മുതലായവ. അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യാനും സംഖ്യാവിവരങ്ങൾ നൽകാനും കീബോർഡ് ഉപയോഗിക്കുന്നു. ഒരു ജനപ്രിയ പോയിന്റിംഗ്, സെലക്ഷൻ, കഴ്സർ നിയന്ത്രണ ഉപകരണമാണ് മൗസ്. മൗസിലെ ബട്ടണുകൾ അമർത്തി കമ്പ്യൂട്ടർ സംവിധാനം ചെയ്യാൻ കഴിയും. വെബ് ക്യാമറ തത്സമയ ചിത്രങ്ങൾ പകർത്താൻ ഇത് ഉപയോഗിക്കുന്നു. ശബ്ദം റെക്കോർഡ് ചെയ്യാൻ മൈക്രോഫോണുകൾ ഉപയോഗിക്കുന്നു, എന്നിട്ട് അത് ഡിജിറ്റലായി സംഭരിക്കുന്നു. മൾട്ടിമീഡിയ ടാസ്കുകളിൽ ഇത് കൂടുതലായി ഉപയോഗിക്കുന്നു. ജോയിസ്റ്റിക്ക് ഒരു പോയിന്റിംഗ് ഉപകരണമാണ്. സ്ക്രീനിൽ കഴ്സർ സ്ഥാനം നീക്കാൻ ഇത് ഉപയോഗിക്കുന്നു. കമ്പ്യൂട്ടർ ഗെയിമുകളിൽ ഇത് ഉപയോഗിക്കുന്നു. മെനു ഇനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനോ സ്ക്രീനിൽ ചിത്രങ്ങൾ വരയ്ക്കുന്നതിനോ ഉപയോഗിക്കുന്ന പേന പോലുള്ള പോയിന്റിംഗ് ഉപകരണമാണ് ലൈറ്റ് പെൻ. സ്കാനർ ഇത് ഒരു ഫോട്ടോകോപ്പി അല്ലെങ്കിൽ സെറോക്സ് മെഷീൻ പോലെ പ്രവർത്തിക്കുന്നു. ഇത് പേപ്പറിൽ ലഭ്യമായ വിവരങ്ങൾ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറ്റുകയും കമ്പ്യൂട്ടർ മെമ്മറിയിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ബാർകോഡ് റീഡർ ഇനങ്ങൾ ലേബൽ ചെയ്യാൻ ബാർകോഡ് ചെയ്ത ഡാറ്റ ഉപയോഗിക്കുന്നു. ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ഇത് ഒരു ഒപ്റ്റിക്കൽ സ്കാനറാണ്. ഇത് പേനയോ പെൻസിലോ ഉണ്ടാക്കിയ അടയാളത്തിന്റെ തരം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു. മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളുള്ള പരീക്ഷകളുടെ ഉത്തരക്കടലാസ് പരിശോധിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ഔട്ട്പുട്ട് ഉപകരണങ്ങൾ ഇത് ഒരു സ്ക്രീൻ അല്ലെങ്കിൽ മോണിറ്റർ, പ്രിന്റർ അല്ലെങ്കിൽ സ്പീക്കർ വഴി വിവരങ്ങൾ ഔട്ട്പുട്ട് ചെയ്യുന്നു. കമ്പ്യൂട്ടർ സ്ക്രീൻ ഇത് ഒരു കമ്പ്യൂട്ടർ ഔട്ട്പുട്ട് ഉപകരണമാണ്. ഇത് വ്യത്യസ്ത വലുപ്പത്തിലും റെസല്യൂഷനിലും വരുന്നു. ഇത് സന്ദേശമോ ഫലമോ പ്രദർശിപ്പിക്കുന്നു. പ്രിന്റർ അല്ലെങ്കിൽ അച്ചടി ഉപകരണങ്ങൾ കടലാസിൽ വാചകമോ ചിത്രങ്ങളോ അച്ചടിക്കാൻ സഹായിക്കുന്നു. സ്പീക്കറുകൾ കമ്പ്യൂട്ടറിലെ ഡിജിറ്റൽ ശബ്ദം കേൾക്കാൻ ഇത് സഹായിക്കുന്നു. ഹെഡ്സെറ്റ് ഇത് സ്പീക്കറും മൈക്രോഫോണും ചേർന്നതാണ്. ഗെയിമർമാർ, വീഡിയോ കോൺഫറൻസുകൾ, ഓൺലൈൻ മീറ്റിംഗുകൾ തുടങ്ങിയവയാണ് ഇത് കൂടുതലും ഉപയോഗിക്കുന്നത്. പ്രൊജക്ടർ ഈ ഉപകരണം ഒരു വൈറ്റ് ബോർഡിലേക്കോ ചുമരിലേക്കോ കമ്പ്യൂട്ടർ സൃഷ്ടിച്ച ചിത്രം പ്രൊജക്റ്റ് ചെയ്യുന്നു. അവതരണങ്ങൾക്കോ വീഡിയോകൾ കാണാനോ ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു.
സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഇത് ഇൻപുട്ട്, കൺട്രോൾ, ഔട്ട്പുട്ട് ഉപകരണങ്ങളുടെ പ്രവർത്തനങ്ങളെ നയിക്കുന്നു. ചതുരാകൃതിയിലുള്ള പെട്ടിയാണ്. ഇതിനെ സിസ്റ്റം യൂണിറ്റ് എന്നും വിളിക്കുന്നു. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു ചിപ്പാണ് മൈക്രോപ്രൊസസ്സർ. ഇത് മദർബോർഡിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇത് ഒരു കൃത്രിമ മസ്തിഷ്കം പോലെ പ്രവർത്തിക്കുന്നു, എല്ലാ ഗണിതവും ലോജിക്കൽ പ്രവർത്തനങ്ങളും നടത്തുന്നത്. കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് മദർബോർഡ്. ഇത് കമ്പ്യൂട്ടറിന്റെ എല്ലാ ഭാഗങ്ങളെയും ഒരുമിച്ച് ബന്ധിപ്പിക്കുന്നു. ഈ പോർട്ട് PS2 മൗസ് അല്ലെങ്കിൽ PS2 കീബോർഡ് ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. USB പോർട്ട് ഇത് മൗസ്, കീബോർഡ്, സ്കാനർ, ക്യാമറ, പ്രിന്റർ, സ്റ്റോറേജ് ഡിവൈസുകൾ മുതലായവ കമ്പ്യൂട്ടർ മദർബോർഡിലേക്ക് ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. VGA പോർട്ട് മോണിറ്ററിനെ വീഡിയോ പോർട്ടിലേക്ക് ബന്ധിപ്പിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ് ഉയർന്ന നിലവാരമുള്ള ഓഡിയോയും വീഡിയോയും കൈമാറാൻ ഇത് ഉപയോഗിക്കുന്നു. പ്രൊജക്ടറുകൾ, HDDവികൾ, DVD പ്ലെയറുകൾ അല്ലെങ്കിൽ ബ്ലൂറേ പ്ലെയറുകൾ പോലുള്ള ഉപകരണങ്ങളിൽ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു. മൈക്കിൻ ഒരു മൈക്രോഫോൺ ബന്ധിപ്പിക്കാൻ അനുവദിക്കുന്നു. ലൈൻ ഇൻ ഒരു സ്റ്റീരിയോ സിസ്റ്റം ബന്ധിപ്പിക്കാൻ അനുവദിക്കുന്നു. ലൈൻ ഔട്ട് സ്പീക്കറുകൾ, ഹെഡ്ഫോണുകൾ ബന്ധിപ്പിക്കാൻ അനുവദിക്കുന്നു. നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഇഥർനെറ്റ് പോർട്ട് ഈ പോർട്ടിലേക്ക് ഒരു ഇഥർനെറ്റ് കേബിൾ പ്ലഗ് ചെയ്ത് കമ്പ്യൂട്ടറിനെ ഒരു നെറ്റ്വർക്കിലേക്ക് ബന്ധിപ്പിക്കാൻ കഴിയും. മെമ്മറി സംഭരണ ഘടകങ്ങൾ വിവരങ്ങൾ സൂക്ഷിക്കുന്നതിനും ഭാവിയിൽ വിവരങ്ങൾ ഉപയോഗിക്കുന്നതിനുമാണ് ഇത് ചെയ്യുന്നത്. രണ്ട് തരം മെമ്മറി യൂണിറ്റുകൾ. 1. പ്രാഥമിക മെമ്മറി. 2. ബാഹ്യ മെമ്മറി. ഉദാഹരണം റാം, ഹാർഡ് ഡിസ്ക്, ഫ്ലോപ്പി ഡിസ്ക്, CD-ROM, പെൻഡ്രൈവ് മുതലായവ. ഡാറ്റ താൽക്കാലികമായി സംഭരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ മെമ്മറിയാണ് റാം. മാറ്റാനാകാത്ത വിവരങ്ങൾ സംഭരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ മെമ്മറിയാണ് ROM. ഹാർഡ് ഡിസ്ക് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് ഇത് വലിയ അളവിലുള്ള വിവരങ്ങളും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളും സംഭരിക്കുന്നു. ഫ്ലോപ്പി ഡിസ്ക് ഇത് ചെറിയ അളവിലുള്ള ഡാറ്റ സംഭരിക്കുന്നു. പെൻ ഡ്രൈവ് വലിയ അളവിലുള്ള ഡാറ്റ സംഭരിക്കാനും കൈമാറ്റം ചെയ്യാനും ഉപയോഗിക്കുന്ന ചെറുതും ഭാരം കുറഞ്ഞതും ഉപയോഗിക്കാൻ എളുപ്പമുള്ളതുമായ ഉപകരണമാണിത്. CD അല്ലെങ്കിൽ DVD-ROM ഇത് ഡാറ്റ ശാശ്വതമായി സംഭരിക്കുന്നു. ഒപ്റ്റിക്കൽ ഡിസ്ക് ഡ്രൈവ് ലേസർ ബീമിംഗ് സാങ്കേതികവിദ്യയിലൂടെ ഒപ്റ്റിക്കൽ ഡിസ്കുകളിലെ ഡാറ്റ വായിക്കുകയും എഴുതുകയും ചെയ്യുന്നു. സാധാരണ ഒപ്റ്റിക്കൽ ഡ്രൈവുകൾ CD, DVD, ബ്ലൂറേ ഡ്രൈവുകളാണ്. SMS ഒരു ഇലക്ട്രിക്കൽ ഘടകമാണ്. ഇത് കമ്പ്യൂട്ടറിന്റെ മദർബോർഡിനും മറ്റ് ഘടകങ്ങൾക്കും DC ഔട്ട്പുട്ട് പവർ നൽകുന്നു. ഒരു സാധാരണ കമ്പ്യൂട്ടർ ബാക്ക് പാനൽ ഇവിടെ കാണിച്ചിരിക്കുന്നു. കമ്പ്യൂട്ടർ മദർബോർഡിലേക്ക് വ്യത്യസ്ത പെരിഫറലുകളെ ബന്ധിപ്പിക്കാൻ ഇത് ഞങ്ങളെ സഹായിക്കുന്നു. ഈ വീഡിയോ ഈ ചാനലിൽ ഇംഗ്ലീഷ് ഭാഷയിലും ലഭ്യമാണ്. അതിന്റെ ലിങ്ക് വിവരണത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്തുണയ്ക്കാനും മറക്കരുത്. ഈ വീഡിയോ കണ്ടതിന് നന്ദി.